ഹായ് വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു സെറ്റാണ്. നമ്മൾ റെഗുലർലി ഇടയ്ക്കൊക്കെ കാണിക്കുന്നതാണ്. പെട്ടെന്നതും ഒത്തിരി ഓവർ പീസസിലല്ല വരിക, പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതായിട്ട്. അതാണ് ഇതിൽ കണ്ടോ, നല്ല കളർ ഷെയ്ഡ്സ് ആണ് എല്ലാം. വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഒരു ഗ്രീനിഷ് യെല്ലോ, ഒരു ഫാസ്റ്റ് സെല്ലിംഗ് കളർ ടോൺ ആണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. സെൽഫ് ടോണിൽ വർക്ക്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ഇത് കണ്ടോ, സിൽക്ക് ബേസ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കിൽ ഹെവി ആയിട്ട് ഓർഗൻസ ആപ്ലിക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇതുണ്ടോ, ഇതിൻ്റെ താഴെ ഭാഗമാണ് ഇങ്ങനെ വരുന്നത്. രണ്ട് ബോർഡേഴ്സിലും ഹെവി ആയിട്ട് ഈ ഒരു ആപ്ലിക് പാറ്റേൺ ചെയ്തേക്കുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ട. അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിൽ വരുന്നത്. ഇതെല്ലാം ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. നല്ല ഷെയ്ഡ്സുകളാണ്. 1240 പ്രൈസ് റേഞ്ചിലാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുക. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ ലുക്ക് വരുന്നത്. നല്ല കളറാണ് കേട്ടോ. അതായത് ഒരു ഗ്രീനിഷ് യെല്ലോ എന്ന് പറഞ്ഞാലും യെല്ലോ ഹൈലൈറ്റഡ് ആണ്, എന്നാൽ ഒരു വെറൈറ്റി ആണ് കളർ ഷെയ്ഡ്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കളറല്ല, ഡിഫറെൻ്റ് ആണ്. സെൽഫ് വർക്ക്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ഇത് കണ്ടോ, നല്ല ഹെവി ആയിട്ട് ആപ്ലിക്ക് ചെയ്തേക്കുന്ന ഒരു പ്രീമിയം സ്റ്റൈൽ ദുപ്പട്ടയാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. സോ അടുത്ത ഷെയ്ഡ് ഈ ഒരു കളർ ടോൺ ആണ് വന്നിരിക്കുന്നത്. അത് ബേസ് കളറിൻ്റെ തന്നെ ഒന്നെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആയിരിക്കും എംബ്രോയിഡറിയിൽ പോയേക്കുക. ഇത് ലൈറ്റ് കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട സെയിം പാറ്റേൺ. ഒരു പ്രീമിയം ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സെറ്റാണ്. അതും നല്ല ഒതുങ്ങി സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു സിൽക്ക് ബേസ് ഫാബ്രിക് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുക. 1240 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഫസ്റ്റ് കളറിനെ പോലെ തന്നെ ഒരു വളരെ ഡിമാൻഡഡ് ഷെയ്ഡാണ്. ഫസ്റ്റ് ഗ്രീനിഷ് യെല്ലോയിൽ യെല്ലോ ഹൈലൈറ്റഡ്, ഇതും ഗ്രീനിഷ് യെല്ലോയിൽ ഗ്രീൻ ഹൈലൈഷൻ വരുന്ന ഒരു ടോണാണ് വന്നേക്കുക. രണ്ടും ലെമൻ്റെ തന്നെ ഒരു വേരിയൻസ് ആണ്. ഒന്ന് കുറച്ച് പഴുത്ത് വന്നു കഴിഞ്ഞുള്ളതും ഒന്ന് പഴുക്കുന്നതിന് മുന്നേ, അതായത് ആ ഗ്രീനിൻ്റെ മാറി ചെറിയ യെല്ലോ ബ്ലെൻഡ് വരുന്ന അങ്ങനത്തെ പോലത്തെ ഒരു കളർ ഷെയ്ഡാണ്. ഇതാണ് ലുക്ക്. എല്ലാം ഡിമാൻഡഡ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന സെറ്റ്സ് ആണ് ഇതെല്ലാം വന്നേക്കുക. ഇങ്ങനെയാണ് എൻ്റെ ആപ്ലിക്ക് പോയേക്കുക. ഹെവി ആപ്ലിക്കാണ് എൻ്റെ താഴെ ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വളരെ ഫാസ്റ്റ് സെല്ലിംഗ് കളറാണ്. ഇത് ഒരു രാമ ഷെയ്ഡാണ്. രാമ അതായത് ഗ്രീൻ ആണോ ബ്ലൂ ആണോ രണ്ടിൻ്റെ ഒരു മിക്സ് ഉണ്ട്. നല്ല ഷെയ്ഡാണ്. എങ്ങനെയാണേലും നല്ല പൊളിയായിട്ടുള്ളൊരു കളർ ടോൺ തന്നെയാണ്. ഇതുണ്ടോ, എല്ലാത്തിൻ്റെയും എന്നെ കളറാണെങ്കിലും എൻ്റെ മെയിൻ ഹൈലൈഷൻ എന്ന് പറയുന്നത് എൻ്റെ ദുപ്പട്ട തന്നെയാണ്. ഹെവി, അതും താഴെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ദുപ്പട്ട ഇടുന്നവർക്കും നല്ലൊരു പ്രീമിയം ലുക്കായിരിക്കും ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. ടോപ്പിൻ്റെ യോക്കിൽ സിമ്പിളായിട്ട് സെൽഫ് ടോണിൽ വർക്ക്. അപ്പോൾ ലാസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോണാണ്. എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന, നല്ല ഫെയർ ആയിട്ട് ഉള്ള ഒരു സ്കിൻ ടോണിനൊക്കെ അടിപൊളിയായിരിക്കും. ഇത് കുറച്ചും കൂടെ നല്ല ഒരു ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആണെങ്കിലും നല്ല ഒരു അട്രാക്റ്റീവ് ലുക്ക് വരുന്ന ഒരു കളർ ഷെയ്ഡാണ്. സെൽഫ് ടോൺ വർക്ക്. താഴെ ഭാഗം ഹെവി ഓർഗൻസ ആപ്ലിക് ചെയ്തേക്കുന്നു. ഒരു സിൽക്ക് ബേസ് ഫാബ്രിക് ആണ്. ടോപ്പിലും ദുപ്പട്ടയിലും യൂസ് ചെയ്യുക. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലുമാണ്. ഇതിന് നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം ദുപ്പട്ട വേണ്ടാത്തവർ, അതായത് യൂസ് ചെയ്തില്ലാത്തവർക്ക് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ടോപ്സോ ഒക്കെ വേണേലും, അല്ലെങ്കിൽ ഒരു കിഡ്സിന് വേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെ വരുന്നുണ്ട്. താങ്ക് യു.